ഏതായാലും കൂടുതൽ കടമെടുക്കാതെ വയ്യല്ലോ സർക്കാരിന്. കാരണം PSC മെമ്പർമാർക്കൊക്കെ അടക്കം വാരിക്കോരി കൊടുക്കാമെന്ന് വാക്ക് നൽകിയിരിക്കുകയാണല്ലോ. അല്ലാതെ ആശാ വർക്കർമാർക്ക് കൊടുക്കാനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത്തരം ചില ധൂർത്തുകൾ ഒരു വഴി കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരുന്നു. ഈ PSC മെമ്പർമാരുടെ കാര്യം പറഞ്ഞാൽ തന്നെ കേരളത്തിലുള്ളതൊരു ജംബോ സിസ്റ്റമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ UPSCയുടെ കാര്യം അടക്കം എടുത്താൽ ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളെയും ഒക്കെ മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതായി നിൽക്കുകയാണ് കേരളം ഈ PSC മെമ്പർമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ. രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും 16 പേർ മാത്രം ഉള്ളപ്പോഴാണ് കേരളത്തിൽ 20 PSC അംഗങ്ങളുള്ളത്. ശമ്പളക്കാര്യത്തിലും UPSC വരെ മറികടക്കുകയാണ് കേരള PSC ചെയർമാനും അംഗങ്ങളും. പ്രജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ അംഗങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം കേരളത്തിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും UPSCയെ പോലും രാജ്യത്തെമ്പാടും റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ട UPSCയെ അപേക്ഷിച്ച് പോലും ഇപ്പോൾ ഈ ശമ്പള വർധന കൂടി വരുമ്പോൾ അതും വ്യക്തമാകുന്നത് UPSC അടക്കം മറികടക്കുന്ന ശമ്പള വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇതിന് മാത്രം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ അവരുടെ രോഷം കൂടി കാണേണ്ടിയും വരും. പ്രജിത്ത്, വിവരങ്ങൾ. വീണ, കുറേ കണക്കുകളുണ്ട്. ആ കണക്കുകളൊക്കെ നോക്കി പറയണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറേ സമയവും വേണ്ടി വരും. കാരണം സംസ്ഥാന ചരിത്രത്തിലോ അല്ലെങ്കിൽ രാജ്യ ചരിത്രത്തിലോ ഇത്രയധികം നിയമനങ്ങൾ നടത്തുന്ന മറ്റൊരു ഏജൻസി ഉണ്ടോ എന്ന് ഈ പറയുന്ന അംഗങ്ങളുടെ എണ്ണമൊക്കെ നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകും. പക്ഷേ IAS IPS തുടങ്ങിയിട്ടുള്ള അത്രയധികം പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള UPSCയെ പോലും നാണിക്കുന്ന തരത്തിലാണ് കേരള PSCയുടെ ഒരു സംഘടനാ ബലവും പിന്നെ അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചെയർമാനും മെമ്പർമാർക്കും അടക്കമുള്ള ശമ്പള വ്യവസ്ഥയും എന്നൊക്കെ പറയുന്നത്. കാരണം ശമ്പളത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എണ്ണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു പരിധിയുമില്ല വിട്ട കളിയാണ് നടക്കുന്നതെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. കാരണം സംസ്ഥാനത്ത് ചെയർമാനും മറ്റ് അംഗങ്ങളുമടക്കം 20ഓളം പേരാണ് PSC അംഗങ്ങളായിട്ട് സംസ്ഥാനത്തുള്ളത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് കർണാടക മാത്രമാണ് കേരളത്തിൻ്റെ തൊട്ടടുത്തെങ്കിലും വരുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം 16 അംഗങ്ങളുമായി കർണാടകയുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം PSC അംഗങ്ങൾ കേരളത്തിലും കർണാടകയും കൂടെ കണക്കെടുക്കുമ്പോൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളത്തിൽ 20, കർണാടകയിൽ 16. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് ഞാൻ ഒന്ന് പറയാം. കാരണം അടുത്ത് നിൽക്കുന്ന ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ എന്നുള്ളത് 8 PSC അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ചെയർമാൻമാർ അടക്കമുള്ളവരാണ്. അതോടൊപ്പം തന്നെ ചില തസ്തികകൾ, മെമ്പർമാരുടെ അടക്കം തസ്തികകൾ ചില സമയത്ത് വേക്കൻ്റായി കിടക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. പിന്നീടുള്ളത് ഗുജറാത്തിലാണ് 7 PSC അംഗങ്ങൾ, ഹരിയാന 6, തെലങ്കാന 6, ഉത്തർപ്രദേശ് 5, ഹിമാചൽ 5, ഉത്തരാഖണ്ഡ് 5. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പോലും അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് PSC നിയമനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പോലും ഓരോ വർഷം കഴിയും തോറും, അതായത് 2020 നടന്ന അത്രയും PSC നിയമനങ്ങൾ ഈ പറയുന്ന 2024, 25 വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തൊരു നിയമന നിരോധനം പോലും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ MD അടക്കമുള്ളവർ, ആ വകുപ്പ് മേധാവി അടക്കമുള്ളവർ തൽക്കാലം ഒഴിവുള്ള തസ്തികകളൊന്നും PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശ രേഖ ജനൻ TV പുറത്തുവിട്ടത്. അങ്ങനെ സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിൽ നിയമന നിരോധനം നിലനിൽക്കുന്നു. പല റാങ്ക് ലിസ്റ്റുകളിലും 3-1 മാത്രം നിയമനങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഇത്ര വലിയൊരു PSC സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നത്. 20 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരാൾ ചെയർമാൻ അടക്കം 20 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇത്രയധികം വലിയ സാലറി പാക്കേജിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതെന്നുള്ള കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നതിന് പോലും കാരണമായിരിക്കുന്ന ഈ PSC അംഗങ്ങളുടെ ശമ്പള വർധനവിൻ്റെ കേസ് പോലും നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇത്രയധികം അംഗങ്ങളുടെ ഒരു വർധനവിനെ പറ്റി നമ്മൾ പറയുന്നത്. ഇനി ശമ്പളക്കാര്യത്തിലേക്ക് വരുമ്പോഴും നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് UPSCയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് കേരള സർക്കാർ PSC അംഗങ്ങൾക്കുള്ള ഈ സാലറി, ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു കണക്കിലേക്കൊക്കെ വരുമ്പോൾ കേരളത്തിലെ PSC ചെയർമാൻ്റെ പ്രതിമാസ ശമ്പളം ഇനി 4 ലക്ഷത്തിലധികമായിട്ടാണ് ഇപ്പോൾ ഉയരുന്നത്. അംഗങ്ങൾക്കും ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ ലഭിക്കും. അതേസമയം UPSC ചെയർമാൻ്റെ ശമ്പളം എന്ന് പറയുന്നത് അലവൻസുകൾ കൂട്ടിയാൽ പോലും 3.5 ലക്ഷം മാത്രമാണ്.
അതോടൊപ്പം അംഗങ്ങൾക്കാവട്ടെ 3.25 അതായത് 3.25 ലക്ഷത്തോളം മാത്രമാണ് അലവൻസ് ശമ്പളവും അലവൻസും കൂട്ടുമ്പോൾ വരുന്നത്. അതായത് ഇത്രയധികം നിയമനങ്ങൾ നടത്തുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും പ്രധാനപ്പെട്ട റെയിൽവേ അടക്കമുള്ള ഏജൻസികളിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പുകളടക്കം നടത്തുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസിയുടെ അംഗങ്ങൾക്ക് പോലും കേരളത്തിലെ PSC ചെയർമാനേക്കാളും കേരളത്തിലെ PSC അംഗങ്ങളെക്കാളും വളരെ കുറഞ്ഞ സാലറിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരു തരത്തിൽ നാണക്കേടാണിത്. കാരണം കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തെ PSC അംഗങ്ങൾക്കും ചെയർമാനും ഒക്കെ ഇത്രയധികം ശമ്പളം വാരിക്കോരി നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ മാത്രം വളരെ കുറഞ്ഞ ശമ്പളമാണ് അവർക്കൊക്കെ നൽകുന്നത് എന്നുള്ളതൊരു കഷ്ടമാണ്. അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന് അറിയില്ല. എന്തായാലും സംസ്ഥാന PSCക്ക് ഇത്രയധികം ശമ്പളം കൊടുക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അംഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടാൽ പോലും നിലവിൽ PSCയുടെ UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 7 അംഗങ്ങൾ മാത്രമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുള്ളത്. അതേസമയം കേരളത്തിൻ്റെ ഔദ്യോഗിക PSC വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം 20 അംഗങ്ങളും PSCക്കുണ്ട്. അങ്ങനെ ഇതിൽ തന്നെ 14ഓളം അംഗങ്ങൾ CPMൻ്റെയാണ്. ബാക്കി 6 പേരെന്ന് പറയുന്നത് അത് ഘടകകക്ഷികൾക്കും വീതിച്ച് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയധികം അംഗങ്ങളെ വെച്ചുകൊണ്ടാണ് PSC പ്രവർത്തിക്കുന്നത്. എന്നിട്ടും സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ നിയമന നിരോധനമടക്കം നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. വീണ. ഓക്കെ, ശരി പ്രജിത്ത്.